ഹലോ ഗായ്സ്, എല്ലാവർക്കും തുടുവായിട്ടിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആണ്. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 2ഉം പാർട്ട് 1ഉം എൻ്റെ ചാനലിലുണ്ട്. അത് പോയി കാണുക, എന്നിട്ട് മാത്രമേ ഇത് കണ്ടാൽ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ എടുത്ത് അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടോളി. പാർട്ട് 2ൽ പിഗ്മാൻസ് ആൻഡ് മാഡ്നസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ദ എക്സിറ്റ് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിലാണ് കേട്ടോ. കഴിഞ്ഞ പാർട്ടിൻ്റെ ബാക്കിയേനു. ലിഫ്റ്റ് തുറന്നു. ഗായ്സ്, നമ്മൾ നേരെ ലിഫ്റ്റിൽ നിന്ന് തുറന്നപ്പോൾ തന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ നേരെ നമ്മളെ ബേബി ഇവിടെ ഉണ്ട്. ഹലോ, ഇത് നേരത്തെ മറ്റേ CD ആണ് കേട്ടോ, മഞ്ഞ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് തന്നെ ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഓക്കെ, നമ്മളോട് ഫ്രിഡ്ജ് പോയി കണ്ട് കുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട്. ഗായ്സ്, ഫ്രിഡ്ജ് ഇവിടെ അല്ല, തല തിരിഞ്ഞു ഗായ്സ്. വീട് തല തിരിഞ്ഞു. ഫ്രിഡ്ജൊക്കെ ഓപ്പോസിറ്റ് ആയിക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇനി പാലെടുത്താണ് നേരെ കുട്ടി കൊണ്ടുപോയി എടുക്കാം. കുട്ടി ഇനി പാലെടുത്താൽ അപ്പിടും അറിയില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പിട്ടു. എന്താ ഗായ്സ്, കുട്ടി അപ്പിട്ടു. ഞാൻ മറ്റേ ജഡ്ഡി മാറ്റണം, അതാണ് ഇനി പരിപാടി. അപ്പോൾ ഇനി കുട്ടീനെ ഇവിടെ നേരെ ഇവിടെ വെച്ചങ്ങാണ്ട് നമ്മൾ ജഡ്ഡി എടുക്കാൻ പോവാം. ഗെറ്റ് ന്യൂ നാപ്പി, ചേഞ്ച് ബേബി. ചെറുക്കനവിടെ കാണല്ലേ ഗായ്സ്, നമുക്കിനി ഇവിടെ പോയാൽ. പിന്നെ ഇവിടെ ചെറുക്കൻ TV ആണേനു ഗായ്സ്. വീട് റിവേഴ്സായ എന്താ കഥകൾ കടിഞ്ഞാൽ റിവേഴ്സായി ഗൈസ്. ഒന്നുകൂടി ആക്കണം തോന്നുന്നു. ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് തന്നെ വീണ്ടും വന്നു. ഇവിടുത്തെ ഒരു കീ ഉണ്ടായിരുന്നു. ഈ കീ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് മറ്റേ നേരത്തെ കീ അല്ലേനാ, ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മേലേക്ക് പോയേക്കാം. ഇവിടെ ഒരു റാബിറ്റിൻ്റെ ചിഹ്നം കാണിച്ചുകൊണ്ട് ഈ ലോക്കിൻ്റെ ഇവിടെ പറ്റണില്ല ഗൈസ്. അതാ ഇവിടെ ഇവിടെ പിങ്കാണ് കീ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് നേരെ ഇനി നമുക്ക് ബേബിക്ക് ഒന്നുകൂടി പാൽ കൊടുക്കാൻ പോവാം. ബേബി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഈ സോഫി ഇരുന്നങ്ങാണ്ട് അവിടെ ഇരുന്നു. TV ഉണ്ടോ? ഞാനിപ്പോൾ ഇതിന് പാലെടുത്താണ്ട് നമുക്ക് ഫ്രിഡ്ജ് എടുത്തങ്ങാണ്ട് പാലെടുത്താണ്ട് കൊണ്ടെടുക്കാം. ഗിവ് ബോട്ടിൽ ടു ബേബി. ഓക്കെ, നമുക്ക് ബേബിക്ക് പാലെടുക്കാം. ഓക്കെ, ബേബി പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അപ്പിട്ടും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി അവൻ്റെ ജഡ്ഡി മാറ്റാം. അതാ ചെറുക്കും വീണ്ടും പോയി. TV ആണ് ഇത് കേട്ടോ. നേക്കായില്ല ഗായ്സ്, വീണ്ടും റിവേഴ്സായി. ഇതെന്താ നമ്മൾ ചെയ്യണതിൽ തെറ്റുണ്ടോ ഗായ്സ്? മറ്റേ പിങ്ക് കീ നമുക്കിനി ഇത് ആദ്യം യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് മതി ബേബിക്ക് പാലെടുക്കലും ജഡ്ഡി മാറ്റി. ആദ്യം നമുക്ക് ഇനി ഇത് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ബേബിൻ്റെ റൂം തല തിരിഞ്ഞാണ്ട് ഇവിടെ തിട്ടാ ഗൈസ്. ഇവിടുത്തെ ബേബിൻ്റെ റൂമിടെ ഇവിടുത്തെ കുറേ ട്രെയിനുകൾ, ടോയ്സ് ട്രെയിൻ. ഓക്കെ, നമുക്കിത് ഇവിടെ ഇട്ടാണ്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇന്നത്തെ റൂമിൻ്റെ ഉള്ളിൽ വേറെ റൂമോ ഗൈസ്? ഇതിൽ കൂടെ ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നമ്മളെ ബാക്കത്തെ ഡോർ അടിഞ്ഞ് ലോക്കായി ഗൈസ്. ഇനി ഇത് തുറന്നു നോക്കാം. അതാ ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കൊണ്ട് നമ്മളെ ചെറുക്കൻ എത്താണ്. ടേക്ക് ദ ബേബി ടു ബെഡ്. നമ്മളുടെ കുട്ടീനെ ബെഡ് കെടുത്താനാണ് പറയുന്നത്. നമുക്കിത് നേരെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ബെഡ് ഉണ്ടാവുന്ന തോന്നുന്നുണ്ട് ഈ ചെറുക്കൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിൽ നമ്മൾ ബേബിനെ നോക്കൽ തന്നെയാണ്. അതാ നമ്മളെ ചെറുക്കൻ്റെ റൂമാണിത്. ഈ ബെഡ് കെടുത്താനാണ് പറയുന്നത്. ടേക്ക് ബേബി ടു ബെഡ്. നമ്മൾ ബെഡ് കെടുത്തിയില്ല. പിന്നെ ഇവിടെ ഒരു ക്യാറ്റ് ഉണ്ട്. നമ്മൾ 5 ക്യാറ്റിനെ എടുത്തിട്ടാ. ഇത് 12 ക്യാറ്റിനെ എടുക്കണം. എന്താ അറിയില്ല. ഒന്നുകൂടി ഒന്ന് പോകുന്നുണ്ട് നമ്മൾ. അവിടെ ബേബിനെ ഇട്ടാണെങ്കിൽ പോയി വെക്കാം. ടേക്ക് ദ ബേബി ടു. ചെറുക്കൻ വീണ്ടും ഇവിടെ തന്നെ എത്തിയല്ലോ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വട്ടം ചെറുക്കൻ എടുത്ത് കൊണ്ടുപോവാണേ. ചെറുക്കൻ വീണ്ടും അവിടെ തന്നെ വന്നിരിക്കാം കേട്ടോ. ഇതിന് കാരണം ഇപ്പം എന്താ മനസ്സിലാവണില്ല. നമുക്ക് ഒന്നുകൂടി അവിടെ കൊണ്ടുപോയി എടുത്തേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബേബിനെ തച്ചല്ല, അല്ലാതെ വേറെ വഴിയില്ല. ചെറുക്കൻ്റെ കയ്യിൽ നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതിനു. ഫ്ലാറ്റ് ലിഫ്റ്റ് കയറി പിന്നെ നമ്മൾ റൂമിലെത്തി ബേബിൻ്റെ. ബേബിനെ ഇനി നോക്കാൻ പറഞ്ഞു നിൽക്കുകയാണ്. നമ്മളൊക്കെ ധൈര്യം. നമ്മൾ പിന്നെയും ബേബിനെ അവിടെ ഇട്ടാണ്ട് പിന്നെയും പോവാട്ടോ ഗൈസ്. പിന്നെയും ടേക്ക്. ബേബിനെ ഡോണ്ട് ഇട്ടെന്ന്. ഓക്കെ, നമ്മൾ ബേബിനെ എടുക്കരുത് ഗൈസ്. ചെറുക്കാൻ മൂട്ടിൽ നിന്ന് തീയൊക്കെ എന്നാണ്ട് പറന്ന് വരുന്നത്. പിന്നെയും നമുക്ക് മെയിൻ ചെയ്യണ്ട, എടുക്കണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയേക്കാം. ലോക്ക് ബുദ്ധി കൂടെ ഒന്നും പോകണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നേരെ ഇനി ചെറുക്കനെ നമ്മൾ മെയിൻ ചെയ്യരുത്. ചെറുക്കനെ മെയിൻ ചെയ്താൽ ഇനി റിവേഴ്സ് ആവും. ഇവിടെ ഇങ്ങനെ ആയിട്ടോ. ഒന്നുകൂടി നമുക്ക് പോയേക്കാം. ടേക്ക് ദ ബേബി ടു ബെഡ്. ഫെയിലായിന്ന്. വാച്ച് TV. നമ്മളോട് TV നോക്കാനാണ് പറഞ്ഞുകൊണ്ട്. TV നോക്കി വെച്ചത് എത്തിക്കേറി സൗണ്ട് ഇട്ടോ. എത്തിക്കേറി സൗണ്ട് ഗൈസ് ഈ TV നോക്കുമ്പോൾ. നമ്മളോട് TV നോക്കാൻ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി സൗണ്ടാണ് ബേബിൻ്റെ. പിന്നെ TVൻ്റെ സൗണ്ടും ചെവി അടിച്ചോ ഗൈസ്. നമുക്ക് TV നോക്കാതെ ഒന്ന് പോയേക്കാം ഗൈസ്. TV കൂടെ ഇങ്ങനെ നോക്കിയാണ്ട് പോയത്.
ഇതിങ്ങനെ അയക്ക് നോക്കിയപ്പോഴാണ് ഫെയിലായത്. എത്തിക്കേ സൗണ്ടാണ് ബേബിൻ്റെ ഇടയിൽ. ബേബി പ്രേതത്തിൻ്റെ കണ്ണൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതാക്കണേ ബേബിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. എന്താ വേഗം പോവാ. പിന്നെ നമ്മൾ ബേബിൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി ഈ വാതിൽ കൂടെ പോവുകയാണേ. ഈ വാതിൽ വന്നിട്ടുണ്ട്. ക്ലോക്ക് കണ്ടിട്ട് അവിടെ നമുക്ക് ഇനി ഒന്നുകൂടി വാതിൽ വന്നാലോ. അതാ ചെറുക്കനെ ഇപ്പോൾ വലിയ കസാലിയിലായിട്ടപ്പോൾ നമുക്ക് മെയിൻ ചെയ്യാതെ പോവാം. ഈറടിച്ചാണ്ടൊക്കെ നിൽക്കണ്ടേ നമുക്ക്. നമ്മളിങ്ങനെ പോവാണേ. അവിടെ ഇരുട്ടാണ്ട ഗൈസ്. നമ്മൾ പോകണിടത്തോളം ഇരുട്ടിങ്ങനെ വന്നുകൊണ്ട്. ഓ അത് വാതിൽമ തട്ടി ഗൈസ്. നമുക്ക് ബാക്ക് ഇല്ല, ബാക്കിലൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി കണ്ടെത്തി നോക്കാം. അവിടുത്തെ ബേബിനെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. മറ്റേ സൗണ്ട് ഈറടിച്ച സൗണ്ട്. ഇതാ നമ്മൾ ബേബി. ഓ ഗൈസ് ഇവിടുത്തെ ഇനി നമ്മൾ ബേബി നമ്മൾ വീട്ടിൽ കൂടുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇതാ ചെറുക്കൻ അവിടെ മൂണു. അത് വാതിൽ തുറന്നാണ്ട് പോയേക്കാ. ടേക്ക് ദ ബേബി ടു ബെഡ്. നമ്മളോട് ബേബിനെ എടുത്താണ്ട് ബെഡ് ഇടാനാണ് പറയുന്നത്. നമുക്ക് ബെഡ് കിട്ടുക. ഓ ചെറുക്കൻ പ്രായമായി. ഓ അതാ നമ്മൾ പേടിപ്പിച്ചാ. ഇതാ ഹെഡാവണം അങ്ങനത്തെ ആയിട്ടുണ്ട്. നമ്മളോട് ഇക്കിടാൻ പറഞ്ഞു. നമ്മൾ ബെഡ് കിട്ടിയിട്ടുണ്ട്. അതാ ഗൈസ് പിന്നെയും തുടങ്ങിയിരുന്നു. നമ്മളോട് വീണ്ടും ഡോറൊന്ന് പോകാനാണ് പറയണ്ടേ. നമുക്ക് ഓനെ മെയിൻ്റെ കേട്ടാ ഒന്നുകൂടി പോയേക്കാം. നമ്മൾ ഈ വാതിൽ പറഞ്ഞ് പോയേക്കേട്ടാ. പിന്നെ ഈ സൗണ്ട് തന്നെയാണ് ഗൈസ്. ഇവിടെയുള്ള ഡോറ് ഇവിടെ ഡോറ് പോയി കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് നേരെ ഇനി ഓൻ്റെ അടുത്ത് പോയേക്കാം. എന്താ ചെറുക്കൻ പ്രേതമായി കണ്ട് ഇവിടെ എടുക്കണു. ഓ ഗായ്സ് എൻ്റെ മോൻ ചെറുക്കൻ പ്രേതമായി മൂണു. നമുക്കിനി ഇവനെ മെയിൻ ചെയ്ത് പോയേക്കാം. ചിലപ്പോൾ അവനെ മെയിൻ ചെയ്ത് കണ്ട് ഇത് കിട്ടപ്പോഴായിരിക്കണം. ഇതായത് ഗൈസ് ഇവിടുത്തെ ഒരു റാബിറ്റിൻ്റെ ചിഹ്നം. അപ്പോൾ നമ്മളോട് ഓ ഗൈസ് ഇപ്പോൾ മനസ്സിലായി. നമ്മളോട് ബേബിനെ എടുത്താണ്ട് ഔട്ക്കിടാനാട്ടോ പറഞ്ഞുകൊണ്ട്. നമുക്കിനി ബേബിനെ എടുക്കാം. ഓക്കെ നമ്മൾ ബേബിനെ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ കൊണ്ടുപോയിടാം. നമ്മളിങ്ങനെ അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ബെല്ലൈക്കൺ നിൽക്കുക. ഗൈസ് ഒരു വയ്യ തുറന്നു തന്നു. നമുക്ക് ഇവിടെ ഇനി പോയേക്കാം. ചിലപ്പോൾ ഇനി ഇവിടെ ബേബി ഉണ്ടെങ്കിലോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. 30 കയറ്റുള്ളൂ. ഇതാ നമ്മൾ ഇവിടെ ഡോർ ലോക്കാണല്ലോ ഗൈസ്. ഇവിടെ 2 ഡോറുള്ളൂ ഗൈസ്. അതാ ഇവിടുത്തെ ഒരു വലിയൊരു ഇതുണ്ട് ടോയ്ണ്ട്. ഓക്കെ ഇവിടെ ഒരു ചെറിയ ഡോറുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഡോറ്. നമുക്ക് ഇനി ഇതിൽ കൂടെ പോയേക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളോട് ഇക്കൂടെ പോകാനാണ് പറയുന്നത്. ഓ ഗൈസ് ഇത്ര സാധനം. ഓ ബേബി നമ്മൾ വെയിറ്റിൽ വരുന്നുണ്ട് ഗൈസ്. നമ്മളോട് വേഗം ഓടാണ് പറയുന്നത്. ഓട്. ഓ ഗൈസ് പിടിച്ചു. ചെറുക്കം നമ്മൾ പിടിച്ചടാ സീനെ. നമുക്ക് ഒന്നും കൂടി പോയേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആ വഴി തുറന്നു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി പോയേക്കാം. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടാ ബേബി അവിടുന്ന് വരുന്നേ. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകാനുള്ളത്. ഈ സൺ തുറന്നാണ്ട് ക്രൗച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ അയിക്കൂടെ പോകാനാണ് പറയുന്നത്. പക്ഷേ അയിക്കൂടെ പോകുമ്പോഴത്തേനും നമ്മളെ ബേബിയെ ആ വാതിൽ തുറന്നു തരാം കേട്ടോ. ഓക്കെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോവാണ്. സ്പീഡ് പോ. നമ്മൾ നേരത്തെ ആ വഴിക്കൂടെ ഈ വഴിക്കൂടെ പോകാൻ ആ വഴി അടവാണ്. നമുക്ക് ഇനി ഇവിടെ ലോക്കായി. അതാ ഈ ചെറിയ വേോട്. നമ്മളെ ബേബി ഇപ്പം തന്നെ പിടിച്ചിരുന്നു. നമ്മൾ വേഗം രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ ലോക്കാണ്. ഇനി ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. അവിടെ നമ്മളോട് ബാക്ക് കൂടെ പോകാനാണ് പറയുന്നത്. ഇവിടുത്തെ കുറേ ടോയ്കളൊക്കെ ഉണ്ടല്ലോ. ചെറുക്കം അപ്രതീക്ഷയായി പെട്ടെന്നാണ് വന്നു. ഓക്കെ നമുക്ക് 6ാമത്തെ ക്യാറ്റിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ക്യാറ്റിനാ. ഓക്കെ അപ്പോൾ നമുക്ക് ടോയ് ബോക്സ് അൺലോക്ക് നമ്മൾ പെരിയിലൊരു ടോയ് ബോക്സ് ഉണ്ടായിരുന്നു. അത് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അത് അൺലോക്കായി. ഓക്കെ നമ്മൾ അത് തുറന്നിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ ഒരു ഇരുട്ട്. നമുക്കിനി പോയേക്കാം. ഓക്കെ ഓ ഗൈസ് ബേബി വരുന്നുണ്ട്. ഓട്. ചെറുതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. ചെറുക്കം നമ്മൾ വെയിറ്റിൽ വരുന്നു. ഓക്കെ ഓട്. മറ്റേ വളമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് റാബിറ്റ്. പെട്ടെന്ന് വാതിലൊക്കെ അടിക്കൊണ്ട് ആ ചെറുക്കൻ ഓട്. ഓക്കെ കുറേ കട്ടാൾ പോന്നിട്ടുണ്ട്. നമ്മൾ ഈ കൂടെ ഇങ്ങനെ പോകാനായിട്ട് പറഞ്ഞിട്ട്. ഇന്നത്തെ ട്രെയിനോ വലിയ ട്രെയിൻ ഗൈസ്. ഓട്. ഇങ്ങനത്തെ പാലും വലിയ പാലും കുപ്പി ആയിട്ടാ. ഇതിൻ്റെ എടി കൂടെ പോകാനാണ് നമ്മളോട് പറഞ്ഞിട്ട്. നമ്മൾ എടി കൂടെ പോയിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ്
റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ഓൺലി വൺ, ദെയർ വിൽ ആൾവേസ് ബി ബോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ ബേബിൻ്റെ ചിഹ്നം കണ്ടിട്ടുണ്ട്. ലോഡിങ് കണ്ട ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എന്നാട്ടോ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഓ അക്രോസ് ദ ഷോർ ഇൻ ഡിസ്റ്റൻസ് ലാൻഡ്സ്. ഓക്കെ, ഇതിവിടെ ഒരു 8 കാല് പോണ പോലെ തോന്നിട്ടാ. ഓക്കെ, ഇത് നമ്മളെ റൂമല്ലേ? ആ യെസ്, നമ്മളെ ഫ്ലാറ്റ് എത്തി, നമ്മളെ റൂമെത്തി. ഓക്കെ, നമ്മളോടെ തന്നെ ഫോളോ ദ ബ്ലാക്ക് കാറ്റ്. ഇവിടെ ബ്ലാക്ക് കാറ്റ്, ഇവിടെ ബ്ലാക്ക് കാറ്റില്ലല്ലോ. ഫ്രിഡ്ജിൽ ബ്ലാക്ക് കാറ്റില്ല. പാലും കുപ്പി എടുത്താണ്ട് ഇനി ബ്ലാക്ക് കാറ്റിന് കൊടുക്കണം ബേബി അതിന്. ഓക്കെ, നമ്മളോട് ബ്ലാക്ക് കാറ്റിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അത് ബേബിൻ്റെ റൂമിൽ പോയേക്കാം. അതാ, അത് ലോക്കഡാണ് ഗൈസ്. ഇവിടുത്തെ മറ്റേ റൂം ഓപ്പൺ ആയിട്ടോ. ഓക്കെ, അടുത്ത കാറ്റിനെ ഇട്ടിട്ടുണ്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തുക്കണു. ഇതൊക്കെ വാഷിംഗ് മെഷീനോ? അതിക്കൊന്നും പോകണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കോണുണ്ട് ഗൈസ്. നമുക്ക് ഈ കോണിൽ നിന്ന് കയറി വെക്കാം. ഓക്കെ, നമ്മൾ കോണി കയറിയിട്ടുണ്ട്. ഓ, ഒരു റാക്കിൻ്റെ മേലെത്തി. ഇനി ഇത് ചെറിയ, ഓ ഇതാണ് ഒരു കാറ്റ് അവിടെ ഇരിക്കണു. ആ കയ്യിൽ എടുത്ത് പോയേക്കാം. പിടിച്ചാൻ പറ്റുമോ ഗൈസ്? അവനെ പിടിച്ചെന്ന് തോന്നിട്ടാ. അവനെ പിടിച്ച ഇല്ല ചെറുക്കാൻ. എടാ, ബ്ലാക്ക് കാറ്റ് അതിൻ്റെ ഉള്ളിൽ പോയി. നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് പോയേക്കാം. അതാ നമ്മൾ ബാക്ക് വന്നിട്ടാ. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കണം ഗൈസ്. ബേബി ഗൈസ്, നമ്മളടുത്ത് ബേബി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോയി. ആ, അവിടെ ചന്ദ്രനാ. നമ്മൾ കാറ്റ് അവിടെ കിടക്കൊണ്ട് കിട്ടാ. നമ്മളാ കാറ്റിൻ്റെ അടുത്തേക്ക് പോയാ. നമ്മളോട് കാറ്റിനെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ അതിൻ്റെ കണ്ണ്, ഓ അത് പോയി, പ്രത്യക്ഷമായി. അവൻ ഇനി ബാക്ക് പോയാൻ പോയേക്കാം. ഓ, നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയാനായിന്നാ തോന്നുന്നുണ്ട്. ആ, കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളതിനോ ഇത് ദ എക്സിറ്റ് എന്ന പാർട്ടേനോ 3ാമത്തെ പാർട്ട് 1ഉം 2ഉം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഇത് പാർട്ട് 3 ആണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പാർട്ട് 4 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ഇനി പാർട്ട് 4ൽ ക്യൂരിയോസിറ്റി ഈ പാർട്ടായിരിക്കും. അടുത്ത പാർട്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിൽക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 30 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ, 50 എത്തിച്ച് ഞങ്ങൾ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ബായ്.